നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പറ്റാവുന്ന ഒരു പ്രശ്നമാണ് എന്ത്? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തൊരു പരിപാടിക്ക് ഇറങ്ങിയാലും നമ്മൾ പകുതിക്കൽ വെച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്കിനി മടുപ്പ് തോന്നുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് ചെറുതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഏതൊരു വിഷയത്തിലേക്ക് തിരിച്ചിറങ്ങിയാലും, അല്ലെങ്കിൽ ഇതിപ്പം ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തൊരു പരിപാടി ആയിക്കോട്ടെ, നമ്മളൊരു എയിം വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹം വെച്ച് നമ്മൾ എന്തൊരു പരിപാടിക്ക് ഏതൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയാലും ഒരുപാട് വ്യക്തികളുണ്ടാകും. എന്തിന്? നമ്മളെ തള്ളിപ്പറയാനും, അതുപോലെ തന്നെ നമ്മളെ ഇതൊരിക്കലും നിനക്ക് പോസിബിൾ അല്ല എന്നും, അല്ലെങ്കിൽ നീ ഇതൊക്കെ വിട്ട് നീ വേറെ വല്ല പണിക്കും പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യക്തികളുണ്ടാവും ബാക്കിൽ നിന്ന് നമ്മുടെ കുത്താനും, അതുപോലെ തന്നെ നമ്മളെ തളർത്താനും ഒരുപാട് വ്യക്തികളുണ്ടാവും. മനസ്സിലായോ? അപ്പം ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ബാക്കോട്ട് നോക്കാതിരിക്കുക. നമ്മൾ ഒരിക്കലും പിന്നെ പിന്നോട്ട് നോക്കരുത്. പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വ്യക്തികളുണ്ടാവും. ഈ സമൂഹം എന്ന് പറയുന്നത് ഒരിക്കലും ഏതൊരു വ്യക്തിയുടെയും ഉയർച്ച ഒരിക്കലും ആരും ആഗ്രഹിക്കില്ല, വിജയം ആരും ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. ഈ സമൂഹം അല്ലെങ്കിൽ ഈ കാലഘട്ടം അങ്ങനെയായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഓരോ മനുഷ്യരും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? ഇതിപ്പോൾ കൂട്ടുകുടുംബങ്ങളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൂടെ നടക്കുന്നവർ പോലും അങ്ങനെ ആയിരിക്കും. ഉള്ളിൽ ചെറിയൊരു അംശമെങ്കിലും ഇതുപോലുള്ള ചിന്തകൾ വരും. ഓക്കെ. നമ്മൾ ഏതൊരു പരിപാടിക്ക് ഇറങ്ങിയാലും നമ്മൾ എന്ത് മനസ്സിലാക്കുക? നമ്മൾ പിന്നോട്ട് ഒരിക്കലും നോക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഏതൊരു പരിപാടിക്കാണോ നമ്മൾ മുന്നിട്ട് ഇറങ്ങിയത്, അവിടെ എത്തി, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നമ്മൾ അച്ചീവ് ചെയ്ത് എന്നതിന് പൂർണ്ണമായി അച്ചീവ് ചെയ്ത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നമ്മൾ പിന്നിലോട്ട് നോക്കുക. ഓക്കെ. എന്നിട്ട് അവരെ നോക്കിയിട്ട് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഈ പറയുന്നവരെ ഒരിക്കലും നമ്മൾ വെറുക്കുകയോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും അവരോട് പ്രതികരിക്കാനോ അവരെ വെറുക്കാനോ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും പോകരുത്. കാരണം വളർത്തുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വിജയത്തിൽ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്. ഒരിക്കലും അവരോട് എതിർക്കാനോ അല്ലെങ്കിൽ അവരോട് നമ്മൾ വിമർശിക്കാനോ പോകാതിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾ സിംഹത്തെ കണ്ടിട്ടുണ്ടോ? സിംഹം ഇര പിടിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ആയിരിക്കും. ഏതൊരു ഇരയാണോ ലക്ഷ്യം വെച്ചത് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് നീങ്ങുക. അപ്പം സൈഡിൽ ഒരുപാട് മൃഗങ്ങൾ സൈഡിലായിട്ടും ഫ്രണ്ടിലായിട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർ അതിനൊന്നും ചെവി കൊടുക്കാതെ, അവരുടെ ബഹളങ്ങളെ ഒന്നും ചെവി വെക്കാതെ, അവർ ഏതൊരു മൃഗത്തെയാണോ ലക്ഷ്യം വെച്ചത് ആ ഒരു മൃഗത്തെ മാത്രം എയിമാക്കിക്കൊണ്ട്, ആ ഒരു മൃഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുക. ഓക്കെ. മനസ്സിലായോ? അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും എയിം എന്നൊക്കെ പറയുന്നത്. അതുപോലെ ആയിരിക്കണം. ഒരുപാട് വ്യക്തികൾ സൈഡിലും ബാക്കിലും നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വ്യക്തികളുണ്ടാവും. പക്ഷെ അവർ പ്രതികരിക്കാൻ പോയിക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയൂല. മനസ്സിലായോ? അപ്പം നമ്മൾ പകുതിക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തകർച്ച തോന്നിപ്പോവും. ഇത് കേട്ട് 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 പിന്നെ നമുക്ക് തന്നെ തോന്നി, ഇത് വേണ്ട, ശരിയാവില്ല, നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവും. അപ്പം അതിനോണ്ട് എന്ത് ചെയ്യുക? അവർ പറയുന്നവർ ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ, അതിനൊന്നും ചെവി കൊടുക്കാതെ, അതിനൊന്നും മറുപടി കൊടുക്കാതെ, അവർക്കൊക്കെയുള്ള മറുപടി എന്താണ്? നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ? അപ്പം നിന്നെക്കൊണ്ട് കഴിയൂല, അല്ലെങ്കിൽ നിനക്കിത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നീ ആ ഒരു വിജയം, അല്ലെങ്കിൽ നീ ആഗ്രഹിച്ചത് അവരെ മുന്നിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവർക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് അതായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയാം? ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞ് ഓടാൻ തുനിഞ്ഞിറങ്ങിയാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിയേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ മാത്രമേ നിനക്ക് അന്തസ്സോടെ ജീവിക്കാൻ പറ്റൂ. മനസ്സിലായോ? അപ്പം ഏതൊരു സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപാട് വ്യക്തികൾ ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അവരൊക്കെ ചെവി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മാത്രമേ സമയം കാണൂ. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ വെക്കുക, പിന്നോട്ട് നോക്കാതിരിക്കുക. അപ്പം നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് രണ്ടാമതൊരു വ്യക്തി അറിയാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നോട്ട് ദ പോയിന്റ്,
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താണോ നമ്മളെ നെക്സ്റ്റ് പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് വേറെ രണ്ടാമതൊരു വ്യക്തിയുമായിട്ട് പങ്കുവെക്കാതിരിക്കുക. പങ്കുവെച്ചാൽ ഏതൊരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ വലിയ എത്ര അടുപ്പമുള്ള ആളാണെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് തോന്നും? ഒരു അസൂയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്.